സൂര്യനെ ഉള്ളൂ രണ്ട് നമ്മളെ മലയാളി ഐശ്വര്യലക്ഷ്മി മറ്റേ സ്വസ്തിക അവരെ തന്നെ മെയിൻ യഥാർത്ഥത്തിൽ സീരിയലിൽ നിന്ന് ഭയങ്കര സങ്കടം തുടങ്ങുമ്പോൾ സെൻറ്റിമെൻറ്റ് നമ്മളെ ഒന്ന് കരയിപ്പിച്ച് ലഭിച്ചെടുത്ത് ഫാമിലി തന്നെ ടോട്ടൽ ഫാമിലി തന്നെ നല്ല എല്ലാവരും ഫാമിലിയാണ് കാണാൻ നല്ലൊരു ഇതാണ് സൂര്യയുടെ ഒരു നല്ലൊരു ബ്ലാക്ക് പോസ്റ്റർ കൊള്ളാം പടം കൊള്ളാം സൂപ്പർ മൂവി 10 out of 10. കുഴപ്പമില്ല തമിഴായാലും കാണാൻ ഫാമിലി ഷോ സൂപ്പർ സെൻറ്റിമെൻറ്റ് ലഭിച്ചെടുത്ത് ഫാമിലി തന്നെ ടോട്ടൽ ഫാമിലി തന്നെ നല്ല എല്ലാവരും ഫാമിലിയാണ് കാണാൻ നല്ലൊരു ഇതാണ് സൂര്യയുടെ ഒരു നല്ലൊരു ബ്ലാക്ക് പോസ്റ്റർ രാജകിരൺ എല്ലാവരും നടിപ്പ് ഭയങ്കരമായിട്ട് അദ്ദേഹം ഇതിൽ ഭയങ്കര പെർഫോമൻസാണ്, നല്ല ആക്ടിങ്ങാണ്. സൂര്യനെ ഉള്ളൂ രണ്ട് നമ്മളെ മലയാളി ഐശ്വര്യലക്ഷ്മി മറ്റേ സ്വസ്തിക അവരെ തന്നെ മെയിൻ യഥാർത്ഥത്തിൽ അവരാണ് അഭിനയം. ഒരു സീരിയൽ ലെവൽ മേക്കിംഗ് ഒക്കെയാണ്. സീരിയലിൽ നിന്ന് ഭയങ്കര സങ്കടം തുടങ്ങുമ്പോൾ സെൻറ്റിമെൻറ്റ് നമ്മളെ ഒന്ന് കരയിപ്പിച്ച് തീരണയില്ല 2.5 മണിക്കൂർ. നല്ല സിനിമയാണ്, ഇഷ്ടപ്പെട്ടു എനിക്ക്. ആക്ടിങ് നല്ല സിനിമ. എങ്ങനെയുണ്ട് പടം? സൂര്യയുടെ സ്റ്റോറിയാണ്. അതായത് ഒരു മാമൻ എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മളൊരു കഥ പ്രതീക്ഷിക്കുമല്ലോ, ആ ഒരു രീതിയിലൊക്കെയാണ് പ്രതീക്ഷ വന്നത്. പക്ഷേ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്നത്തെ സമൂഹത്തിൽ ഒരു മാമൻ, ഒരു മരുമകൻ, അല്ലെങ്കിൽ ഒരു കുടുംബം, അതൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പടം നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് പാസം ഭയങ്കരമായ രീതിയിൽ കൂടിയതുകൊണ്ട് ഇവിടെയുള്ള പ്രേക്ഷകർക്ക് എത്രത്തോളം കണക്റ്റ് ആവുന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാലും നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നുള്ളൊരു സിനിമയാണ്. എനിക്ക് കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത്രയും പാസം കാണിച്ച് ഇത്രയും ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ കുറേ നമുക്കതിനെ ഫീൽ ചെയ്യും. അത് ആ സിനിമയുടെ വിജയമാണ്. നമുക്ക് അത്രയും ഫീൽ ചെയ്ത് നമ്മൾ ആ സിനിമയ്ക്കകത്ത് കയറ്റുന്നുണ്ട്. ഒരു ഭാര്യയുടെ വിഷമങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ ഇത്, അങ്ങനെ കുടുംബങ്ങൾ ഓരോ കാര്യങ്ങളും 1 by 1 എടുത്ത് കാണിക്കുന്നു. ഐശ്വര്യലക്ഷ്മിക്ക് ഒരു രക്ഷയില്ലാതാക്കി. സ്വാസികയാണെങ്കിൽ സൂര്യക്ക് എൻ്റെ അമ്മ പറയാവുന്ന കോമഡി ആക്ടറൊക്കെ സെൻറ്റിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ സൂര്യ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടപ്പെടുകയാണ്. വേറെ ലെവലിൽ ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരും മത്സരിച്ച് അഭിനയിച്ചിരിക്കുകയാണ്. ആ ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സിനിമയാണ്. മസ്റ്റ് അത് തിയേറ്ററിൽ കാണാൻ പറ്റിയൊരു ഫാമിലി സിനിമ. ഇത് കണ്ട് മറന്നു പോകാൻ പറ്റിയൊരു സിനിമ. ഒരു പാഠമാണ്. ഒരു മാമൻ മരുമകൻ എങ്ങനെയാണ് വരേണ്ടുള്ള രീതിയും, അതായത് ഇനി എങ്ങനെയൊക്കെ ആവാൻ പാടില്ല, ഒരാളെ സന്തോഷം വേണ്ടി മറ്റൊരാളെ വിഷമം ഇല്ലാതാക്കുക, അങ്ങനെ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ള നല്ലൊരു സ്റ്റോറിയാണ്. സൂര്യയുടെ സ്റ്റോറിക്ക് ഹാറ്റ്സ് ഓഫ് തന്നെ വേണം. കാരണം ഈ ഒരു സമയത്ത് ഇങ്ങനൊരു സ്റ്റോറി എടുത്തതും ആ സ്റ്റോറി ഡയറക്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് നമുക്കത് കൊള്ളിക്കാൻ വേണ്ടി കഴിഞ്ഞാണ് ഈ പടം വിജയിച്ചത്. നമുക്കത് ഫീൽ ആവുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പടമുണ്ട്. മസ്റ്റ് അതൊരു ഫാമിലി കണ്ടിരിക്കാൻ പറ്റിയൊരു കിടിലൻ പടം തന്നെ.